യൂട്യൂബ് ചാനൽ കോണ്ടന്റ് ക്രിയേഷനിലൂടെ മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന നിരവധി പേർ ഇന്ന് കേരളത്തിലുണ്ട്. അവരിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഫാമിലി വ്ളോഗിങ്ങിലൂടെ യൂട്യൂബിൽ പല റെക്കോർഡുകളും ഉണ്ടാക്കിയ കണ്ണൂർ സ്വദേശി KL ബ്രോ ബിജു ഋത്വിക് എന്ന യൂട്യൂബറാണ്. 80 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഇവരുടെ യൂട്യൂബ് ചാനലിലുള്ളത്. ലോകത്തിലെ മുൻനിര സെലിബ്രിറ്റികൾ ഉള്ളതിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് ഇവരുടെ യൂട്യൂബ് ചാനലിനുണ്ട്. കർണാടക സ്വദേശിനി കവിതയാണ് ബിജുവിൻ്റെ ഭാര്യ. ബിജുവും കവിതയും മകൻ ഋത്വിക്കും ബന്ധുവായ പെൺകുട്ടി അനുവും എല്ലാമാണ് ചാനലിലെ താരങ്ങൾ. ഇപ്പോഴിതാ കവിത താൻ കുട്ടിക്കാലം മുതൽ അനുഭവിച്ച ഒരു മാനസിക വിഷമം പങ്കുവച്ചിരിക്കുന്നു. പല്ല് ഉന്തിയതിൻ്റെ പേരിൽ സ്കൂൾ കാലഘട്ടത്തിൽ താൻ ഒരുപാട് കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ടെന്ന് കവിത പറയുന്നു. എനിക്കുള്ളതുപോലെ എൻ്റെ മൂത്ത മോൻ്റെയും പല്ല് അല്പം പൊന്തിയാണ് ഇരിക്കുന്നത്. എന്നെ കളിയാക്കിയതുപോലെ കുട്ടികൾ അവനെയും കളിയാക്കുന്നുണ്ടാകുമോ എന്ന വിഷമം എനിക്കുണ്ട്. പല്ല് ഉന്തിയതായതുകൊണ്ട് ആളുകൾക്കിടയിൽ വെച്ച് ചിരിക്കാൻ എനിക്ക് മടിയാണ്. അവർ എന്ത് വിചാരിക്കുമെന്ന തോന്നലാണ്. ബിജുവേട്ടൻ പെണ്ണ് കാണാൻ വന്നപ്പോഴും എനിക്ക് ആ ആശങ്കയുണ്ടായിരുന്നു. പല്ല് പൊന്തിയത് കൊണ്ട് ഇഷ്ടപ്പെടാതെ പോകുമോ, വിവാഹം നടക്കില്ലേ എന്ന്. എൻ്റെ കല്യാണം നടക്കുമെന്ന് പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. പല്ല് പൊന്തിയ എന്നെ ആരും കല്യാണം കഴിക്കാനാണെന്ന ചിന്തയായിരുന്നു. പക്ഷേ ബിജുവേട്ടന് എന്നെ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല എൻ്റെ ചിരി കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടതെന്നും പറഞ്ഞു. അതിനുശേഷമാണ് എല്ലാവരുടെയും മുന്നിൽ മടിയില്ലാതെ ചിരിക്കാൻ തുടങ്ങിയത്. ബിജുവേട്ടൻ പറയുന്നതിനേക്കാൾ വലുതായി വേറൊന്നുമില്ലല്ലോ. അതിനുശേഷം പല്ലിനെക്കുറിച്ച് ഓർത്ത് ഞാൻ ആവലാതിപ്പെട്ടിട്ടില്ല. മോനെ സ്കൂളിൽ സഹപാഠികൾ കളിയാക്കുന്നത് കൊണ്ട് അവൻ്റെ പല്ല് നേരെയാക്കാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. കൊച്ചിയിൽ പോയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. പല്ലിന് ക്ലിപ്പിടുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല. മോൻ്റെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഞാനും പല്ലിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങും, കവിത പറയുന്നുണ്ട്. ചാനൽ തുടങ്ങിയ കാലം മുതൽ കവിതയുടെ പല്ലിനെക്കുറിച്ച് കമൻറ്റുകൾ കാണാറുണ്ട്. വീഡിയോയിൽ കാണുമ്പോഴുള്ള അത്ര പ്രശ്നം അവളെ നേരിട്ട് കാണുമ്പോൾ ഇല്ല. എൻ്റെ ക്യാമറ ആംഗിളിൻ്റെ പ്രശ്നമാകുമെന്ന് ബിജുവും പറഞ്ഞു. മറ്റുള്ളവർ പല്ലിനെ കളിയാക്കിയപ്പോൾ അത് കുറവായി കണ്ടിരുന്ന ഒരു കാലത്ത് നിന്നെ ഞാൻ നിന്റെ ചിരി കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്ന ഒരാളെ പങ്കാളിയായി കിട്ടിയ കവിത ഭാഗ്യവതിയാണെന്നാണ് ഇവരുടെ ആരാധകർ കമൻ്റായി കുറിച്ചത്.